സന്നിധി തന്നിൽ നായക എന്നും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ കർത്താവ് എന്നെയും അനുഗ്രഹിച്ചു. നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഈ ധ്യാനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സൂര്യദേവൻ. കർത്താവിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ പറയുന്നത്: തുയദൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനും ഏറെയെന്നും അറിയുന്നു. ഇവിടെ തുയദൈരയിലെ സഭയ്ക്കായി ഈ ദൂത് എഴുതുമ്പോൾ അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ സഹിഷ്ണുത, അതിൻ്റെ വിശ്വാസത്തെ ഇവിടെ ഊതി പറയുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ പട്ടണത്തിൽ, അതായത് തുയദൈര പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് സ്വയം അവിടെ പരിചയപ്പെടുത്തുന്നു. കർത്താവ് പറയുന്നു, ഞാൻ ദൈവപുത്രനാകുന്നു എന്ന് പറയുന്നു. ഇന്ന് ആ തുയദൈര പട്ടണം ആയിരിക്കുന്നത് ഇന്നത്തെ തുർക്കിയുടെ അഹിസർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പട്ടണം ആയിരിക്കുന്നത്. പക്ഷേ ഈ പട്ടണം ഇന്ന് ആ പേരിലല്ല എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇവിടെ ഗ്രീക്ക് ദേവനായ അപ്പോളോ എന്ന അവരുടെ ഒളിമ്പിയൻ ദൈവം, അദ്ദേഹത്തിൻ്റെ പിതാവ് സ്യൂസ് എന്ന് പറയുന്നു. അപ്പോൾ സ്യൂസ് എന്നത് അത്യുന്നതനായ ദൈവമെന്ന് ഗ്രീക്ക് പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോളോ എന്ന് പുരാണങ്ങൾ പറയുന്നു. ദൈവജനത്തെ തെറ്റിച്ച് വഞ്ചിച്ച് സൂര്യദേവൻ എന്ന കർത്താവിൻ്റെ നാമത്തെ മാറ്റിയെടുത്തുകൊണ്ട് ദൈവജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം, പിശാച് പല മാർഗങ്ങളിൽ കൂടെ ദൈവജനത്തിൻ്റെ വിശ്വാസത്തെയും സഹിഷ്ണുതയെയും പ്രവൃത്തിയെയും തെറ്റിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ ആയിരിക്കുന്ന ഈ ലോകത്ത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കു ശേഷം, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കു ശേഷം, കർത്താവിൻ്റെ മരണം ഉയർത്തെഴുന്നേൽപ്പിനു ശേഷം, കർത്താവ് ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനു ശേഷം നാം നോക്കുമ്പോൾ ഒരു വലിയ ഒരു സഭയിൽ കൂടെ കർത്താവിൻ്റെ വിശ്വാസത്തെയും കർത്താവിനുള്ളതായ പ്രവൃത്തിയെയും സ്നേഹത്തെയും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 538 മുതൽ 1798 വരെയുള്ളതായ ഒരു കാലഘട്ടം അതിൻ്റെ കാലഘട്ടമായിരുന്നു. വിശ്വാസത്തെയും സഹിഷ്ണുതയെയും കർത്താവിലുള്ളതായ പ്രവൃത്തികളെയും നശിപ്പിച്ചുകൊണ്ട് ദൈവജനത്തെ വഞ്ചിക്കുക എന്ന പിശാചിൻ്റെ ഒരു പ്രവൃത്തി ഒരു വലിയ ഒരു സഭയായ കത്തോലിക്ക സഭയിലൂടെ പിശാചത് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് പ്രൊട്ടസ്റ്റാന്റ് എന്ന് പറയുന്ന സഭയിലൂടെ ദൈവവചനം എല്ലാവരിലേക്കും എത്തിക്കുവാനും അത് എല്ലാവരും അതിൽ വിശ്വസിക്കുവാനും തക്കവണ്ണം ഇടയായി തീരുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തിരിക്കുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സഹിഷ്ണുത, നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്രിസ്തുവിലുള്ള പ്രവൃത്തി, ഇതിനെയെല്ലാം നശിപ്പിക്കുവാൻ തക്കവണ്ണം പിശാച് പല വഴികളിൽ കൂടെ നമ്മെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇവിടെ സങ്കീർത്തനം 119:105 പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ
അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സ്നേഹവും നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ വിശ്വാസവും ക്രിസ്തുവിലുള്ളതായ പ്രവൃത്തിയും നമ്മൾ അധികമായി ദൈവത്തിൽ ആശ്രയിച്ച് നാം ചെയ്യുമ്പോൾ, നാം കടന്നു പോകുമ്പോൾ നമുക്ക് തെറ്റിലേക്ക് വീഴാതെ, സത്യത്തിൽ നിന്നും അകന്നു പോകാതെ ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുവാനും അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കും. മലാഖി എഴുതിയ പുസ്തകത്തിൽ ഇവിടെ 4-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗാവശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ പേര് അനേകരെടുക്കും, പക്ഷെ നാം തെറ്റിപ്പോകരുത്, വീണു പോകരുത്. ക്രിസ്തുവിൻ്റെ നാമം എടുത്തുകൊണ്ട് അനേകരെ വഞ്ചിക്കും, തെറ്റിക്കും. അതിൽ നാം വീണു പോകരുത്. തീർച്ചയായിട്ടും പരിശുദ്ധനായ കർത്താവിൻ്റെ വചനത്തെ നമ്മുടെ കാലിന് ദീപമാക്കിക്കൊണ്ട് നാം നടക്കുമ്പോൾ, ഇന്ന് ഈ പ്രഭാതം മുതൽ ഇന്നത്തെ ദിവസം നാം കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, കർത്താവ് നമ്മെ പല അസത്യത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ശക്തനാക്കും. നമ്മോട് കൂടെ കർത്താവിൻ്റെ കരവും ഉണ്ടായിരിക്കും. ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് ഇവിടെ ആയിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ ദൈവമേ, ഈ നല്ലൊരു പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് തന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മാറ്റമില്ലാത്തതായ വചനത്തെ ശ്രവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. പരിശുദ്ധനായ ദൈവമേ, ഇന്നീ പ്രഭാതം മുതൽ ഞങ്ങൾ അങ്ങയുടെ വചനത്തെ കാത്തുകൊണ്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യും. അസത്യത്തിൽ വീണു പോകാതെ സത്യത്തിൽ ഉറപ്പിച്ച് അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ പരിശുദ്ധ പിതാവേ. ആമേൻ.